ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 611 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 13-ാമത്തെ തിരുവചനമാണ്. പ്രബോധനം മുറുകെ പിടിച്ചുകൊള്ളുക, വിട്ടുകളയരുത്. അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. ഒരു പവർ ആൻഡ് ലൈറ്റ് കമ്പനിയിൽ പുതിയ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുവാനായി ഒരു ലൈൻമാനെ നിയമിച്ചു. ലൈൻമാൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ പ്രൊസീജിയേഴ്സും കാണിച്ചു കൊടുത്തു. ആവശ്യത്തിന് സമയമെടുത്തിട്ടാണ് ഓരോ സ്റ്റെപ്പും അവർക്ക് വിവരിച്ചു കൊടുത്തതും കാണിച്ചു കൊടുത്തതും. നന്നായി പഠിക്കാതെ, ആവശ്യത്തിന് ട്രെയിനിങ് ലഭിക്കാതെ ഒരാൾക്ക് പോലും ഈ ലൈൻമാൻ്റെ അടുത്ത് നിന്ന് പാസ്സായി പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് സാധിക്കില്ലായിരുന്നു. ഒരു ദിവസം ഒരു യുവാവ് അവിടെ ട്രെയിനിങ്ങിനായിട്ട് വന്നു. ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാളുടെ ശ്രദ്ധ മറ്റെവിടെയൊക്കെയോ ആയിപ്പോയി. ഈ ട്രെയിനർ, ഈ ലൈൻമാൻ അവനെ കോളറിന് പിടിച്ചിട്ട് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് അവനോട് പറഞ്ഞു, ആദ്യം ശ്രദ്ധയോടെ ഇരിക്കുവാനായിട്ട് പഠിച്ചിട്ട് വാ. നമ്മൾ ചെയ്യുന്ന ജോലി കറണ്ടിലാണ്. നമ്മൾ കറണ്ടുള്ള ഒരു വയറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയൊന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ അവസാനത്തെ വർക്കായി മാറും. അവിടെ ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധയാണ് ഇതിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഒത്തിരി നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രബോധനങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാം ജീവൻ്റെയും മരണത്തിൻ്റെയും വിഷയങ്ങളൊന്നുമല്ല. എന്നാൽ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളും പ്രബോധനങ്ങളും നമ്മെ സുരക്ഷിതമായും സന്തോഷത്തോടെയും നിലനിർത്തുവാൻ വേണ്ടി നൽകിയിരിക്കുന്നതാണ്. നിത്യജീവനു വേണ്ടി ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും ദൈവാത്മാവിൻ്റെ നിർദ്ദേശങ്ങളെ ശ്രദ്ധാപൂർവം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ പ്രബോധനങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുവാനായി, അതിനെ മുറുകെ പിടിക്കുവാനായി നമുക്ക് സാധിക്കണം. ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ കൽപ്പനകൾ അത് പാലിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതിനുള്ള കൃപ തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.